ഇനി മറ്റൊന്നും നമ്മൾ പറയാതെ പോയത് PSCയുടെ പ്രായപരിധി 40 വയസ്സ് വരെ എന്നുള്ളത് ഒരു മാസ്റ്റർ സ്ട്രൈക്ക് എന്ന നിലയ്ക്ക് തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒന്നാണ്. കേരളത്തിന് പ്രത്യേകമായ സാഹചര്യങ്ങളിൽ സർക്കാർ ജോലിയോട് അദമ്യമായ ആഗ്രഹം വെച്ചു പുലർത്തുന്ന യുവജനങ്ങളുള്ള ഇടത്ത് അത് വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. പക്ഷേ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട്, നിയമനവുമായി ബന്ധപ്പെട്ട്, തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് അപ്പുറത്ത് ചോദ്യങ്ങൾ ഉയരേണ്ടതാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ ഈ രാഷ്ട്രീയ ഘട്ടത്തിൽ ഉയർത്താതെ കോൺഗ്രസ് ഇരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. റാങ്ക് ലിസ്റ്റിൽ എന്തിന് പിൻവാതിൽ നിയമനം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. റാങ്ക് ലിസ്റ്റിൽ കപ്പലണ്ടി പൊതിഞ്ഞു കൊടുത്ത റാങ്ക് ലിസ്റ്റിലെ 1ാം റാങ്കുകാരെ നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടു. കപ്പലണ്ടി പൊതിഞ്ഞു കൊടുത്തവരെ നമ്മൾ കണ്ടു. മുട്ടിൽ ഇഴഞ്ഞ് ഇവിടെ സമരം നടത്തുന്നവരെ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കണ്ടു. 2% LP അധ്യാപകരുടെ നിയമനത്തിൽ 2% മാത്രം നിയമനമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ കണ്ണുനീരും കൈയുമായി ഒരു പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ട് പഴയ ഒരു SFI-കാരി ഇവിടെ മാധ്യമങ്ങളെ കണ്ടത് നമ്മൾ കണ്ടപ്പോൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ നമ്മൾ ആരോട്, അതായത് നമ്മളൊരു ഒരു 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 യുദ്ധതന്ത്രം മെനയുന്ന സമയത്ത് ആരോട് എന്തുകൊണ്ട് പോരാടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങൾ വരുന്നത് ഇടതു രീതിയിലാണ്. VD സതീശൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാണ് ഇടതുപക്ഷം, CPM വലതുപക്ഷമാണെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത് ഇടതു ശൈലിയിലാണ്. സാധാരണ ഇടതു സർക്കാർ മുന്നോട്ട് വെക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് വന്നിരിക്കുന്നത് എന്നത് പ്രധാനമാണ്. അപ്പോൾ അവിടെ രാഷ്ട്രീയം പറഞ്ഞാണ് സാധാരണഗതിയിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കാറുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചാരണമെങ്കിൽ ഇവിടെ ഇടതു ശൈലി. അത് കേരളം അതിന് പരുവപ്പെട്ടു എന്ന് പോയൊരു 10 വർഷക്കാലം കൊണ്ട്, ഒരു 15 വർഷക്കാലം കൊണ്ട് കോൺഗ്രസിന് കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ അങ്ങനെ പരുവപ്പെട്ട് പോയിരിക്കുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്.